പാലാരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 വൈകാട് ടൗണിൽ നിന്നും പള്ളിയിലേക്ക് റാലിയും തുടർന്ന് ജന്മദിന സമ്മേളനവുമാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാമത്തെ ജന്മദിന സമ്മേളനമാണ് വൈഗ സമ്മേളനം വഴി നടക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സമൂഹത്തിന്റെ, സമുദായത്തിന്റെ, അതുപോലെ സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ്. പൂർവകാല ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകളും പോരാട്ടങ്ങളും നടത്തിയിട്ടുള്ള സംഘടനയാണ്. പൗരസമത്വ പ്രക്ഷോഭണം മുതൽ, മലയാളി മെമ്മോറിയൽ മുതൽ, കുടിയേറ്റ സമരം മുതൽ, വിദ്യാഭ്യാസ സമരം, ഇങ്ങനെ കുടിയിരുത്ത സമരം, ഇതെല്ലാം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങളാണ്. ഇന്നും കത്തോലിക്ക കോൺഗ്രസ് കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന്റെ നീതിനിഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. എല്ലാ സമുദായങ്ങൾക്കും എല്ലാ സർക്കാരുകളിൽ നിന്നും നീതി ലഭിക്കണമെന്നും സത്യസന്ധമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും എന്നും ഉറക്കെ പറയുന്ന സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസിന് രാഷ്ട്രീയമായ നിലപാടുകൾ ചില അവസരങ്ങളിൽ സ്വീകരിക്കേണ്ടി വന്നാലും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഒരു രാഷ്ട്രീയത്തോടും കത്തോലിക്ക കോൺഗ്രസ് 100% ചേർന്ന് നിൽക്കുന്നില്ല. എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെടുമ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ല ബോധം ഉണ്ടാകുവാൻ തക്കവണ്ണം ക്രിസ്തീയമായ രീതിയിൽ പ്രതികരിക്കുന്നതിൽ കത്തോലിക്ക കോൺഗ്രസ് മുൻപന്തിയിലുണ്ട്. ഈ നാളുകളില് സമുദായം അനുഭവിക്കുന്ന പ്രതിസന്ധികളില് സമുദായത്തോടൊപ്പം ചേർന്നുകൊണ്ടാണ്, സമുദായത്തിന് വേണ്ടി നിന്നുകൊണ്ടാണ്, സമൂഹത്തിന് വേണ്ടി നിന്നുകൊണ്ടാണ്, രാഷ്ട്രപുരോഗതിക്ക് വേണ്ടി നിന്നുകൊണ്ടാണ് ഇപ്പോഴേ ഈ റാലിയും സമ്മേളനവും സംഘടിപ്പിക്കുന്നത്. ഈ റാലിയിലേക്കും സമ്മേളനത്തിലേക്കും എല്ലാ കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളെയും അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് 108ാം ജന്മദിന സമ്മേളനം ഈ 26-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 റാലിയോടുകൂടി നടക്കുകയാണ്. വൈകിയില് നമ്മുടെ പാലാ രൂപതയിലെ 20 ഫൊറോനകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതില് പങ്കെടുക്കും. അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പില് മുഖ്യ പ്രഭാഷണം നടത്തും. നമ്മുടെ വൈഗയിലെ ഡയറക്ടർ വികാരിയച്ഛന് ഫാദർ മാത്യു വാടക്കപ്പാറ അനുഗ്രഹ പ്രഭാഷണം നടത്തും. എല്ലാ നമ്മുടെ 171 പള്ളികളിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് ഈ റാലിയിലും സമ്മേളനത്തിലും പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ 1 നൂറ്റാണ്ടായിട്ട് നമ്മുടെ സഭയ്ക്കും സമുദായത്തിനും അതുപോലെ പൊതുസമൂഹത്തിനും വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു സംഘടനയാണ്. നമുക്കറിയാം, നമ്മളുടെ അസംഘടിതരായ കർഷകർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 1 നൂറ്റാണ്ടായി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടിയിറക്ക സമരം, കുടിയിരുത്തൽ സമരം, അതുപോലെ തന്നെ നമുക്കറിയാം അസംഘടിതരായവർ ആയതുകൊണ്ട് കർഷകർക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വലിയ അവഗണന ഈ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രകടന പത്രികയിലെല്ലാം ഉണ്ടായിരുന്നതാണ് റബ്ബറിന്റെ 250 രൂപ നമുക്ക് താങ്ങുവില വേണമെന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നമുക്ക് അത് ലഭിച്ചിട്ടില്ല. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും വലിയ വിലയിടിവും കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയുമാണ്. അതിന്റെ കൂടെയാണ് നമ്മുടെ വന്യമൃഗ പ്രശ്നങ്ങളും ഇതിനോടൊപ്പം ചേരുമ്പോൾ കർഷകർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ മേലാത്ത അവസ്ഥയാണ്. നിരന്തരമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയങ്ങളിലെല്ലാം
ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങള് കത്തോലിക്ക കോൺഗ്രസ് നടത്തി വരുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങള് തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഫലം കണ്ടിട്ടുണ്ട്. ഇനിയും അത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത് പലതും പ്രാവർത്തികമാക്കുവാനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സമര പരിപാടികളും കത്തോലിക്ക കോൺഗ്രസ് ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞിട്ടുണ്ടായ FCRA വിവാദങ്ങള് സഭ ഒരിക്കലും നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനോ രാജ്യ സുരക്ഷയ്ക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടയുന്നതിനോ ഒന്നും എതിരല്ല. സഭ അതിനെല്ലാം അനുകൂലമാണ്. എന്നാൽ നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു സുതാര്യത ഉണ്ടാക്കണം. അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാകണം. അതാണ് സഭാ നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. FCRA മുമ്പുണ്ടായിരുന്നതാണ്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് സഭയും മറ്റ് ഇതര സംഘടനകളും എല്ലാം നടത്തുന്നത്. ഇത് സഭയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ സമുദായങ്ങൾക്കും ഇങ്ങനെയുള്ള NGO-കൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ FCRA നടപ്പിലാക്കിയാൽ നമുക്ക് പുറത്തുനിന്നും ഒരു ഫണ്ട് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. NGO-കൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ അതിനകത്ത് ചില തിരുത്തലുകൾ വരുത്തണം. നമുക്ക് പരാതി പറയുവാനും നമുക്ക് നീതിന്യായ പീഠത്തെ സമീപിക്കുവാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഈ ബില്ലിൽ ഉണ്ടാകണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസും സഭയും ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങളില് കത്തോലിക്ക കോൺഗ്രസ് നിരന്തരമായി ഇടപെടുകയും പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ്. ഈ തരുണത്തിലാണ് നമ്മുടെ 108ാം ജന്മവാർഷികം നമ്മള് പൈകയില് വെച്ച് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ആ റാലിയിലേക്കും അതുപോലെ തന്നെ പൊതുസമ്മേളനത്തിലേക്കും നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളും.